ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ഈവൻ വെബ് ചെക്കിൻ വരെ കഴിഞ്ഞതാണ്. ഇവിടെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ എന്റെ അമ്മ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ ഗവൺമെന്റ് ആണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സുരക്ഷാ മുൻകരുതലുകളും എല്ലാം എടുക്കുന്നുണ്ട്. മാത്രമല്ല അത്രത്തോളം കരുതലാണ് ഇവിടെയുള്ളവർക്ക് നൽകുന്നത്. വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ഇറാൻ നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് ഒരുപാട് മലയാളികളും അതുപോലെ മലയാളികൾക്ക് സുപരിചിതരായവരും കുടുങ്ങിക്കിടക്കുകയാണ് നാട്ടിലേക്ക് മടങ്ങാനാവാതെ. ഇപ്പോൾ ഈ അവസരത്തിൽ നമ്മളോട് പ്രതികരിക്കാനായി ഗായകൻ ബിജു നാരായണൻ മാതൃഭൂമി.com ചേരുകയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഇപ്പൊ എങ്ങനെയാണ്, സുരക്ഷിതനായിട്ട് ഇരിക്കുന്നുണ്ടോ? ഇപ്പൊ എവിടെയാണുള്ളത്? ഇപ്പൊ ഞാൻ ഉള്ളത് ഷാർജയിലാണ്. സുരക്ഷിതനാണോന്ന് ചോദിച്ചാൽ ഇതുവരെ കുഴപ്പമൊന്നുമില്ല. പിന്നെ എന്താ പറയാ, ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാലോ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ടെൻഷനിലാണ്. പക്ഷേ വേറെ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ എല്ലാം നമുക്ക് നോക്കുമ്പോൾ സാധാരണ രീതിയിൽ തന്നെയാണ്. ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ നമ്മൾ ന്യൂസിലൂടെയൊക്കെ അറിയുമ്പോഴാണ് ഒരു ചെറിയ ടെൻഷൻ ഉള്ളത്. അതർവൈസ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ കടകളെല്ലാം ഓപ്പൺ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ നോമ്പ് തുറയുടെ സമയമായി കഴിഞ്ഞാൽ അതെല്ലാം റെസ്റ്റോറൻറ്റ്സ് എല്ലാം ഓപ്പൺ ആണ്. അതെല്ലാം ഭംഗിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്. ഗവൺമെന്റ് എല്ലാ രീതിയിലുള്ള കെയറും നൽകുന്നുണ്ട്. ഇപ്പൊ ഷാർജയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രി മുതൽ കുറച്ച് ബെറ്റർ ആണ് സിറ്റുവേഷൻ എന്ന് വിചാരിക്കുന്നു. കാരണം അങ്ങനെ വലിയ പേടിപ്പെടുത്തുന്ന അലേർട്സോ അങ്ങനെ ഒന്നും തന്നെ ഇല്ല. ഇന്നലെ രാത്രി മുതൽ വളരെ കാമായിട്ടുള്ള, വളരെ സേഫ് ആയിട്ടുള്ള അലേർട്സ് ആണ് കൂടുതലും വരുന്നത്. എന്നായിരുന്നു വിദേശത്തേക്കുള്ള യാത്ര? ആ ഒരു യാത്രയുടെ തുടക്കം ഒന്ന് പറയാമോ? ഞാൻ ആക്ച്വലി ട്രിച്ചിയിൽ നിന്നാണ് വരുന്നത്. ട്രിച്ചിനാപ്പള്ളിയിൽ നിന്നാണ് ഞാൻ വന്നത്. ഞാൻ 24-ാം തീയതി എത്തുന്നത്. എന്നിട്ട് എനിക്കിവിടെ ഒരു ഇഫ്താർ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ് വന്നത്. വന്നിട്ട് ഞാൻ മിനിങ്ങാന്ന് തിരിച്ച് ദുബായിൽ നിന്ന് കൊച്ചിക്കുള്ള ഫ്ലൈറ്റിൽ കയറിയതാണ്. ഫ്ലൈറ്റ് കയറിയ ശേഷമാണ് 1:45 ഫ്ലൈറ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഒരു 1:15 ആയപ്പോഴാണ് ഫ്ലൈറ്റ് കയറുന്നത്. ഫ്ലൈറ്റ് കയറി ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും പൈലറ്റിന്റെ അനൗൺസ്മെന്റ് വന്നു. ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ അബുദാബിയിൽ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് ഒരു അറിയിപ്പ് കിട്ടുന്നത് വരെ ഫ്ലൈറ്റ് എടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ കുറേ നേരം ഇരുന്നു. പിന്നെ രണ്ടാമത്തെ അനൗൺസ്മെന്റും വന്നു. അപ്പോഴും ഫ്ലൈറ്റ് നമ്മൾ പോകും തന്നെ വിചാരിച്ചത്. പക്ഷേ പലരും നമ്മളെ മൊബൈലിലൊക്കെ പല ന്യൂസ് അപ്പോൾ പലരും ഇടുന്നുണ്ടായിരുന്നു, ഞാനും കേട്ടു. അപ്പോൾ ഏകദേശം സിറ്റുവേഷൻ മനസ്സിലായി. പിന്നത്തെ അനൗൺസ്മെന്റിൽ ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്തെന്ന് പറയും. പക്ഷെ നമുക്ക് ആ ഒരു 1.5 മണിക്കൂർ സമയത്ത് അവിടെ ഫുഡും എല്ലാം അവർ സപ്ലൈ ചെയ്തിരുന്നു എല്ലാവർക്കും തന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എയർപോർട്ടിലോട്ട് ഇറക്കി. പിന്നെ ഇമിഗ്രേഷൻ എല്ലാം ഒത്തിരി തിരക്കായിരുന്നു. കാരണം ഒത്തിരി ആളുകൾ, എല്ലാ ഫ്ലൈറ്റിൽ നിന്നുള്ള ആളുകൾ എയർപോർട്ടിൽ നിൽക്കുകയാണല്ലോ. അപ്പൊ ഇമിഗ്രേഷൻ എല്ലാം പക്ഷെ പെട്ടെന്നെല്ലാം കഴിഞ്ഞു. കാരണം അവർക്ക് വേറെ ക്വസ്റ്റനിങ്ങോ വേറെ ഒന്നും തന്നെ ഇല്ലല്ലോ. അപ്പൊ എല്ലാവരും വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ ഡീൽ ചെയ്ത് ഇറക്കി. പിന്നെ ലഗേജ് കിട്ടാൻ ടൈം എടുത്തു. കാരണം ഇത്രയും ഫ്ലൈറ്റിന്റെ ലഗേജുകളെല്ലാം ഓഫ്ലോഡ് ചെയ്ത് വരുമ്പോഴത്തേക്കും ടൈം എടുക്കുമല്ലോ. അപ്പൊ അത് കിട്ടാൻ പിന്നെ ഒരു 1 മണിക്കൂർ എടുത്തു. അപ്പൊ എല്ലാം കൂടി ഒരു 2-3 മണിക്കൂർ ടൈം എടുത്ത് പിന്നെ നമ്മൾ പുറത്തിറങ്ങി. പിന്നെ ഞാൻ ദുബായിൽ നിന്ന് ഷാർജയ്ക്ക് പോകുന്നു. ഇപ്പൊ ഞാൻ ഷാർജയിലുള്ളത്. അവിടെ എത്തിയപ്പോൾ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? ഷാർജയിൽ എത്തിയപ്പോ അല്ല, സിറ്റുവേഷൻ ഇത് തന്നെ. കാരണം നമുക്ക് ഇങ്ങനെ ഓരോ സംഭവങ്ങളും അവിടെ ഇവിടെയൊക്കെ നടക്കുന്നു എന്നുള്ളത് അറിയുന്നു. അപ്പോ അതിന്റെയൊക്കെ ടെൻഷൻ. പിന്നെ മറ്റു സ്ഥലങ്ങളിലും ഇപ്പൊ JCCയിൽ മറ്റ് സ്ഥലങ്ങളിലും ഒക്കെ ഓരോന്നും നടക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ട് വന്ന ടെൻഷൻ ഉണ്ടല്ലോ. അപ്പോ ഇതുവരെയുള്ള സിറ്റുവേഷനും ഇപ്പൊ ഫ്ലൈറ്റും കാര്യങ്ങളൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോ ഇന്നലെ റാസൽ ഖൈമയിൽ ഫ്ലൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞ് എയർ അറേബ്യയുടെ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തതാണ്. അപ്പൊ ഒരുപാട് പേര്, ഞാൻ മാത്രമല്ല, ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടൊക്കെ, പക്ഷെ അവിടെ ഒന്നും ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തില്ല. റാസൽ ഖൈമയിൽ എങ്ങോട്ടായിരുന്നു ടിക്കറ്റ് എടുത്തത്? റാസൽ ഖൈമയിൽ കരിപ്പൂർക്കായിരുന്നു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നത്. അപ്പൊ അത് ടിക്കറ്റ് ഇഷ്യൂ ചെയ്ത് ഈവൻ വെബ് ചെക്കിൻ വരെ കഴിഞ്ഞതാണ്. ഒരുപാട് പേര് എയർപോർട്ടിൽ എത്തിയിരുന്നു. ഞാൻ ചെന്നപ്പോഴത്തേക്ക് ഒത്തിരി പേര് ഇതേപോലെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എയർ സ്പേസ് ഈ പ്രശ്നമുള്ളതുകൊണ്ട് പിന്നെ ഫ്ലൈറ്റ് ഓപ്പറേറ്റ് ചെയ്തില്ല. മാത്രമല്ല മിലിറ്ററിക്കാരെല്ലാം അവിടെ നിന്ന് വരുന്നവരെല്ലാവരും തന്നെ മാറ്റിയായിരുന്നു. കാരണം വെച്ചാൽ അവിടെയും ഒരു ത്രെറ്റ് പോലെ ഉണ്ടായിരുന്നു. അപ്പോ അങ്ങനെ തിരിച്ചു വന്നു. റാസൽ ഖൈമ വെറുതെ പോയിട്ട് തിരിച്ചു വന്നു. പിന്നെ ഇതുവരെ ഒന്നും വേറെ അറിയിപ്പൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഇന്ന് വൈകിട്ട് 5 മണി എന്നുള്ള ഒരു മെസ്സേജ് വന്നു. പക്ഷെ അതെനിക്കറിയില്ല, അതും ചാൻസ് വളരെ കുറവാണ്. അത് ഉള്ള ഫ്ലൈറ്റ് ഓപ്പറേഷൻസുള്ള ചാൻസ് വളരെ കുറവാണ്. അവിടെ നമുക്ക് മെസ്സേജുകളൊക്കെ വരുമായിരുന്നോ? ഇതിന്റെ മുന്നറിയിപ്പുകളായിട്ട് ഫോണിലേക്ക് അങ്ങനെ എന്തെങ്കിലും മെസ്സേജുകൾ കിട്ടിയിരുന്നോ?
ഇല്ല, നമുക്ക് ഷാർജയിലുള്ളവർക്ക് പൊതുവെ അങ്ങനെ ഇല്ലാന്ന് തോന്നുന്നു. കാരണം എനിക്ക് എന്റെ നാട്ടിലെ മൊബൈലിലാണെങ്കിലും ഇവിടുത്തെ മൊബൈലിലാണെങ്കിലും മെസ്സേജ് ഒന്നും വന്നില്ല. പക്ഷെ ദുബായില് മെസ്സേജുകൾ വരുന്നുണ്ട്. ദുബായിൽ ആ, അലേർട്ട് മെസ്സേജ് വരും. അതെങ്ങനെയായിരുന്നു? ആ മെസ്സേജ് എങ്ങനെയായിരുന്നു? അത് ജാഗരൂകരായിരിക്കാൻ എങ്ങനെയാന്ന് അങ്ങനെയായിരുന്നു? വെച്ചാല് നമ്മള് ബാൽക്കണിയിലൊന്നും നിൽക്കരുത്. ഉം. പിന്നെ ഈ മിററിന്റെ സൈഡിലൊന്നും, ഇപ്പൊ നമ്മള് സൈഡ് മിററൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ നമ്മള് വീടോ അല്ലെങ്കിൽ ഫ്ലാറ്റ് ആണെങ്കിൽ അതിന്റെ സെന്ററിൽ തന്നെ കൂടുതലും നേരം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക എന്നുള്ളതൊക്കെയാണ് മെസ്സേജ് വന്നതായിട്ടാണ് എന്റെ ഫ്രണ്ട്സ് പറഞ്ഞത്. ഉം. ഉം. പക്ഷെ അതിപ്പോ മിനിങ്ങാന്നൊക്കെ ആയിരുന്നു. അപ്പൊ ഇന്നലെ ഉം. അങ്ങനെ മെസ്സേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നലെ ഉം. പൊതുവെ സേഫ് ആയിട്ടുള്ള മെസ്സേജാണ് എല്ലാവർക്കും ഇന്നലെ കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ദുബായിലും ഷാർജയിലും താമസമൊക്കെ എങ്ങനെയായിരുന്നു ഈ ഒരു സിറ്റുവേഷനിൽ? താമസത്തിനൊന്നും പ്രശ്നമില്ല. ഇവിടെ എല്ലാ ഹോട്ടൽസ് ഓപ്പൺ ആണ്. ഇപ്പൊ ഞാനിപ്പോ ഹോട്ടലിലാണ് ഉള്ളത്. പിന്നെ എന്റെ ഫ്രണ്ടിന്റെ വീടും ഉണ്ട് ഓപ്പോസിറ്റ്. അപ്പോ അതൊന്നും പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതുവരെ. കാരണം വെച്ചാല് അറിയാലോ, ഇപ്പൊ ദുബായ് ഷാർജ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹോട്ടൽസ് ഉള്ളൊരു പ്ലേസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതിനൊന്നും ആർക്കും ബുദ്ധിമുട്ടില്ല. ബാക്കി ഭക്ഷണ സാധനങ്ങൾക്കും ഒന്നും പ്രശ്നമില്ല. ഞാൻ പറഞ്ഞില്ലേ, ഹോട്ടലുകളെല്ലാം ഉണ്ട്. പക്ഷെ ഇപ്പൊ രാവിലെ ഷാർജയിൽ നമുക്കറിയാം ഹോട്ടലുകളൊന്നും ഉണ്ടാവില്ല. ഇപ്പൊ റമദാൻ ടൈം ആയതുകൊണ്ട് ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് പാഴ്സലൊക്കെ കിട്ടും തോന്നുന്നു. നാട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ അവർക്ക് ഒരു പേടിയൊക്കെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം നാട്ടിലെ ന്യൂസ് ഒക്കെ കണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ എന്റെ അമ്മയായിട്ട് ഇന്നലെ സംസാരിച്ചു. അപ്പൊ അമ്മയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അമ്മയെ ഇടയ്ക്ക് വീഡിയോ കോൾ വിളിക്കും, ഇടയ്ക്ക് ഇങ്ങനെ ഫോണിൽ സംസാരിക്കും. അപ്പോ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലല്ല നമ്മൾ പൊതുവെ ഇവിടെ അങ്ങനെ UAE-യിലൊന്നും നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പോ ഇങ്ങനെയുള്ളൊരു സംഭവം നമ്മളെല്ലാവരും ആദ്യമായിട്ടല്ലേ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, കാണുന്നത്. അപ്പൊ അതിന്റെ അതെ. ടെൻഷൻ ഇവിടെയുള്ള നമുക്കുണ്ട്, അവിടെയുള്ളവർക്കുണ്ട്. പക്ഷെ അങ്ങനെ ഒരു പാനിക് അവസ്ഥയൊന്നും ഇല്ല. അപ്പൊ നമ്മളങ്ങനെ പല ചിലരൊക്കെ വളരെ ഇതായിട്ട് പറഞ്ഞേക്കാം. പക്ഷെ അങ്ങനെയല്ല. ഇവിടെ ഗവൺമെന്റ് ആണെങ്കിൽ എല്ലാ വിധത്തിലുള്ള സുരക്ഷ മുൻകരുതലുകളും എല്ലാം എടുക്കുന്നുണ്ട്. മാത്രമല്ല അത്രത്തോളം കരുതലാണ് ഇവിടെയുള്ളവർക്ക് നൽകുന്നത്. അപ്പൊ എല്ലാ ഭരണകൂടം, ദുബായ് ആണെങ്കിലും ഷാർജ ആണെങ്കിലും എല്ലാവരും മാക്സിമം ടേക്ക് കെയർ ചെയ്യാണ്. അപ്പൊ അതെടുത്ത് പറയേണ്ട ഒരു സംഗതിയും കൂടിയാണ്. ഇനിയിപ്പോ എന്ന് നാട്ടിലേക്ക് മടങ്ങാനാവുന്ന അങ്ങനെ ഒരു പ്രതീക്ഷ, എന്നത്തേക്ക് പോകാനാവുന്നൊരു? ഇല്ല, അറിയില്ല, ഒന്നും അറിയില്ല. ഞാനാണെങ്കിൽ നാളെ എനിക്ക് ഹരിപ്പാട് പ്രോഗ്രാം ഗാനമേള ഉണ്ടായിരുന്നു. അത് ഞാൻ വേറെ അറേഞ്ച്മെന്റ് ചെയ്തു. 6-ാം തീയതി കണ്ണൂര്, 10-ാം തീയതി അങ്ങനെ കുറെ ഷോസ് ഒക്കെ ഉള്ളതാണ്. അപ്പൊ അതെല്ലാം അങ്ങനെ വേറെ എന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അറേഞ്ച്മെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫ്ലൈറ്റ് ഇനിയിപ്പോ എന്നാണെന്നൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഇതുവരെ ഇൻഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. എക്സ്പെക്ട് ചെയ്യാണ്. കാരണം ഇത്ര ആയിരം ലക്ഷക്കണക്കിന് ആൾക്കാരല്ല പല രാജ്യങ്ങളിലോട്ടും പല സ്ഥലത്തോട്ടും പോകാനൊക്കെ ആയിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ എല്ലാവരും പ്രതീക്ഷയോടുകൂടി വെയിറ്റ് ചെയ്യാണ്. ഈ മലയാളികളെയൊക്കെ കോണ്ടാക്ട് ചെയ്യാനോ, അത് സുഹൃത്തുക്കളെ അങ്ങനെ അവരെയൊക്കെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? തീർച്ചയായിട്ടും. പിന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ വേൾഡ് മലയാളി കൗൺസിലിന്റെ, വേൾഡ് മലയാളി ഫെഡറേഷൻ, പിന്നെ എംബസിയിൽ നിന്നൊക്കെ ആൾക്കാർ കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം വളരെ നന്നായിട്ട് തന്നെ നടക്കുന്നത്. ഇന്നലെ തന്നെ 3-4 പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എല്ലാവരും, എന്നെ മാത്രമല്ല എല്ലാവരെയും തന്നെ അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ട് മനസ്സിലാക്കുന്നത്. പിന്നെ അവരുടെ ഹെൽപ്പ് ലൈൻ നമ്പറൊക്കെ ഉണ്ട്. അപ്പൊ അതിൽ വിളിച്ചു കഴിഞ്ഞാലൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ എല്ലാവർക്കും ആൻസർ ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് മടങ്ങാൻ പറ്റട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്, ആശംസിക്കുകയാണ്. വളരെ നന്ദി സാർ ഈ അവസരത്തിൽ താങ്ക് യു വെരി മച്ച്. പ്രതികരിച്ചതിന്.